ഹായ് ഫ്രണ്ട്സ്, ജാസ് ചൈനീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്നൊരു ഒന്നല്ല 2 ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്കിന്ന് ഒരെണ്ണം എടുക്കാം. ഇപ്പം നമുക്കിതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞു, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി പാത്രത്തിലോട്ട്, ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത്, ആവി പാത്രത്തിൽ വെച്ച് നമുക്ക് ഇത് ആവിക്ക് വെക്കാം, വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ചക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ എടുത്ത് പൊടിച്ചെടുത്തേക്കണതാണ്. പിന്നെ അതിനാവശ്യമുള്ള എരിവിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പിന്നെ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള അരപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഒരു മുറി എന്നാണ് പറഞ്ഞത്. ഒരു മുറി പോലെ നമുക്കിവിടെ ചക്ക പൊടിച്ചെടുത്തപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പം അത്രയും തേങ്ങ പോരായിരുന്നു. ഞാൻ ഒരു തേങ്ങ എടുത്ത്, ഒരു തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ജീരകം, വേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്തേക്കണതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില, ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തിട്ട് അരപ്പിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് മാറട്ടെ. അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചക്ക വന്നിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ടായിക്കോട്ടെ. പലരും പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ മോഡലിലാണ് നമ്മൾ തോരൻ വെക്കുന്ന പോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ പൊടിച്ചു വച്ചേക്കുന്ന നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ഓക്കെ, ഞാനെല്ലാം ഇട്ടിട്ട് വീഡിയോ പിടിക്കാം, നോട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കുവാണ്. നേരത്തെ ഒരു കയ്യിലായിരുന്നു നമ്മുടെ വീഡിയോ പിടിക്കാനായിട്ട് ഫോൺ വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ അനുവിനെ കൊണ്ട് ഞാൻ പിടിപ്പിച്ചത്. അപ്പം നമ്മുടെ ചക്ക എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇഷ്ടമാണോ? അതിന് ഇഷ്ടമല്ല, ചക്ക ഇഷ്ടമല്ല. പപ്പങ്ങ ഇഷ്ടമാണോ? പപ്പായ ഇല്ല, പപ്പായ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഷേക്ക് അടിക്കുമ്പോ ഇപ്പൊ ആര് കുടിക്കും? പപ്പേനെ കൊണ്ട് കുടിപ്പിക്കാം അല്ലേ? പപ്പക്ക് ഇഷ്ടം. ഇപ്പൊ ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. കൊള്ളാലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വളരെ എളുപ്പമാണ്. ഞാൻ ഓർത്ത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് പെട്ടെന്ന് ഇടിയപ്പം പാത്രത്തിൽ വെച്ച് ആവിക്ക് വെച്ച് വേവിച്ചു. ഒന്ന് ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുത്ത് പെട്ടെന്ന് കുഴഞ്ഞു. പിന്നെ നമ്മൾ തോരനെടുക്കുന്ന പോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് കടുക് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതൊന്ന് ആവിക്ക് വെച്ച് വേഗം എന്നുള്ളൊരിത് മാത്രമാണ്. ആ സമയം കൊണ്ട് തേങ്ങയൊക്കെ എടുത്തു. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇടിയൻ ചക്ക കിട്ടുവാണെങ്കിൽ കളയരുത് കേട്ടോ. ഞാനങ്ങനെ പണ്ടൊക്കെ നേരത്തെയൊക്കെ ഉപേക്ഷിച്ചും കളഞ്ഞിട്ടുണ്ട്.
ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കിട്ടുവാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് തോരൻ വെച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഗുണകരമാണ് കേട്ടോ. ചക്ക ഇപ്പോൾ അറിയാമല്ലോ, ചക്ക എല്ലാത്തിനും നല്ല ഷുഗറുകാർക്കൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം, ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നമ്മുടെ ഇടിച്ചക്ക, ഇടിയൻ ചക്ക അല്ലേ, അത് കമന്റ്സ് ഒന്ന് ഇട്ടാ മതി. അപ്പൊ ആ ചക്ക ഇവിടെ റെഡിയായ തോരൻ ചക്ക നമ്മൾ ആദ്യമായിട്ടല്ലേ അത് പറഞ്ഞായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യണത് ഇടിച്ചക്ക തോരൻ ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്. മീൻ എന്ത് മീനായിരുന്നു? ചെമ്പല്ലി നല്ല കട്ടി കുറച്ച് അരിഞ്ഞ് വറുത്തേക്കണേണ്. പിന്നെ അതിലെ ചെമ്മിപ്പുളി ഇട്ട് കറിയാണ്. ചെമ്മിപ്പുളി ഇട്ട കറിയുമാണ്. ഈ രണ്ട് കൂട്ടം കൂടി ചെമ്പിളി ചാറൊക്കെ ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കും. ആദ്യം നമ്മുടെ ചക്ക അല്ലെ ടേസ്റ്റർ ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. നമ്മള് ചക്കക്കറി കൂട്ടുന്ന പോലെ തന്നെ ഉണ്ട്. നല്ലൊരു തോരൻ. ചക്കയാണെന്ന് അറിയണില്ല അല്ലെ, നമ്മൾ ആദ്യമായിട്ടാ ചെയ്യുന്നത്. പറഞ്ഞാലേ അറിയുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര പാടാണെന്നൊക്കെ ഞാൻ ഓർത്തിരുന്നത്. അത് ഇതേ ഷുഗറൊക്കെ പമ്പ് ചക്കക്ക് ഭയങ്കര ഡിമാൻഡാ. ഇതൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ വീട്ടിൽ തന്നെ ഉള്ള നാടൻ സാധനങ്ങളാണ്. ഇതൊക്കെ വെച്ച് കഴിച്ചാൽ പല രോഗങ്ങളും പമ്പടക്കും. നാരൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. വൈറ്റ് റൈസ് ആണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് റൈസും അയിലക്കറി, ചെമ്പല്ലി, നമ്മുടെ ഇടിയൻ ചക്ക. അപ്പോൾ അല്ലേ, ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമന്റ്സും ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടുകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.